ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ സംഖ്യകള് ഒരു പുതിയ മുസംഗീനെ കൂടി സ്റ്റേജിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടാ. ആ പുതിയ മുസംഗിയുടെ പേരാണ് റിഷാദ് സുല്ലമി ഒതായി. റിഷാദ് സുല്ലമി ഒതായിയാണ് സംഖ്യകൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ദേശീയ മുസ്ലിം. സംഖ്യകൾ നല്ല ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഫണ്ട് എന്നൊക്കെ പറഞ്ഞാടല്ല, കീശ നിറയെ കൈ നിറയെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവനെ പോലുള്ള ദേശീയ മുസ്ലിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് സംഖ്യക്ക് വേണ്ടി ഇങ്ങനെ വിടുപണിയെടുക്കുന്നത്. സ്വന്തം സമുദായത്തെ കുറ്റം പറഞ്ഞിട്ട് എന്ത് വിധേനയും പൈസ മാത്രമേ ദേശീയ മുസ്ലിമായ ഈ മുസംഗിയൊക്കെല്ലാം വേണ്ടു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ മുസംഗി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിടുപണി എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വന്നാലോ? വാ. ബഹുമാന്യരായ മലയാളി സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതുപോലെ എന്റെ പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ അത് എന്റെ ഫേസ്ബുക്ക് പേജിൽ, പ്രൊഫൈലിൽ അവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്ന് എന്നെ ഒറ്റുകാരനെന്നും മതവിരോധിയെന്നും മതനിഷേധിയെന്നും സമുദായത്തെ പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ എഴുതുന്ന ആളുകൾ, ഞാൻ ബഹുമാന്യരായ എന്റെ നാട്ടുകാരോട്, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് വളരെ വിനയത്തോടു കൂടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും അത് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും വിശദീകരിക്കുന്നത് കൊണ്ട് എന്റെ സമുദായത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ BJP-കാരനായി എന്നതിന്റെ പേരിൽ മറ്റു ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരാളും തന്നെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതത്തെയോ എന്റെ ആശയത്തെയോ ആദർശത്തെയോ പരിഹസിക്കുകയോ അപഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അതൊരു മോശമായി കാണുകയോ ചെയ്യുന്നില്ല. എന്റെ ദേശീയ മുസ്ലിം സുല്ലമി, നീ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയാം? ആ ഷാളില്ലേ, BJP-ന്റെ ഷാള്, അതിന്റെ ഷർട്ടിലുണ്ടല്ലോ നല്ല പശ തേച്ച് അവിടെ ഒട്ടിച്ചു വെക്ക്. അതുമല്ലെങ്കിൽ നീ പുതിയതായിട്ട് വാങ്ങുന്ന ഷർട്ടില്ലേ, ആ ഷർട്ടില് ഈ BJP-ന്റെ ഷാള് തയ്ച്ചു വെക്ക്. അങ്ങനെ ചെയ്താണ്ടല്ലോ സംഖ്യകള് 100 രൂപ എക്സ്ട്രാ തരും. അങ്ങനെയൊക്കെ അങ്ങ് സൂചിപ്പിക്ക്. നിനക്ക് എങ്ങനെയൊക്കെ സംഖ്യകളെ സൂചിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അങ്ങ് സൂചിപ്പിക്ക്. പിന്നെ പൈസയുടെ കാര്യത്തിൽ എത്ര പൈസ വേണമെങ്കിൽ സംഖ്യകൾ തരും. അതിനെപ്പറ്റി നീ പേടിക്കുകയോ വേണ്ട. കാരണം കൊടകരയിലെ കുഴൽപ്പണം അവിടെ കെട്ടിക്കിടക്കുന്നു. അത് മാത്രമാണോ ചിപ്പ് വെച്ച 2000 നോട്ടിലെ ഭൂമിയുടെ അടിയിൽ പൂഴ്ത്തിയെ? അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്നും നിനക്ക് ഇഷ്ടം പോലെ അവർ തരും. പിന്നെ നീ എന്താ പറഞ്ഞത്? നീ മുസ്ലിം ആയതുകൊണ്ടോ മുസ്ലിംക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടോ സംഖ്യകളൊന്നും പറയുന്നില്ലെന്നോ? നിനക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ലേ? പ്രത്യേകിച്ച് നിനക്ക് വായിക്കാൻ അറിയില്ലേ സുല്ലമി? നീ ഇടുന്ന വീഡിയോ ഇല്ലേ, ഈ വീഡിയോന്റെ അടിയിൽ സംഖ്യയിലിടുന്ന കമന്റ് കണ്ടിട്ടുണ്ട? ആ കമന്റ് ഉണ്ടല്ല, നീ അടങ്ങുന്ന ഒരു 10ഓളം മുസ്ലിങ്ങൾ, അതായത് സംഖ്യകളായ മുസ്ലിങ്ങൾ മാത്രമേ ഇന്ത്യയിൽ കഴിയാൻ യോഗ്യരായിട്ടുള്ളൂ. ബാക്കിയുള്ള മുസ്ലിങ്ങളൊക്കെ ഇന്ത്യയിൽ കഴിയാൻ യോഗ്യരല്ല എന്നാണ് നിന്റെ സംഖ്യകൾ പറയുന്നത്. എന്റെ സുല്ലമി മുസംഗി, നമുക്ക് ഈ മരംകോടം പറയുന്ന അടുത്ത വർത്താനം കേട്ടിട്ട് വരാം. വാ. അതെന്റെ കൃത്യമായ ബോധ്യമാണ്. കാരണം എന്റെ പ്രഭാഷണങ്ങൾ മറ്റു ചില യൂട്യൂബ് ചാനലുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്ന് അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ എഴുതി വെക്കുന്ന കമന്റുകൾ വായിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. അവർ നമ്മളെ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എല്ലാം കാണുമ്പോൾ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ സമുദായത്തോട്, മുസ്ലിം സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാമിന്റെ അട്ടിപ്പേർ അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ കെട്ടിക്കൊടുക്കുന്ന സ്റ്റേജുകളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ എന്ന രീതിയിൽ കടന്നു വരുന്ന ചില നികൃഷ്ടജീവികൾ, ചില നരാധമന്മാർ, ഠമ്മാടികൾ, ഇവര് നടത്തുന്ന പ്രസംഗങ്ങളിലെ, അവരുടെ പ്രഭാഷണങ്ങളിലെ വാചകങ്ങൾ, അത് വിശുദ്ധ ഇസ്ലാമിനും ഇസ്ലാമിന്റെ പ്രവാചകനും എത്രത്തോളം അവമതിപ്പും അപഹാസ്യതയുമാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? എന്റെ മരപ്പാഴ് സുല്ലമി, നീ ഇപ്പൊ പറഞ്ഞ പ്രവാചകനെയും നീ ഇപ്പൊ പറഞ്ഞ ഇസ്ലാമിനെയും അപകീർത്തിപ്പെടുത്തുന്നതും തെറ്റായി പറഞ്ഞതും ആരാണെന്നറിയോ? നീ ഇപ്പൊ പോയി ഇരിക്കുന്ന ചാണകക്കുണ്ടില്ലേ, ആ ചാണകക്കുണ്ടിലെ സംഖ്യകളാണ് നീ ഇപ്പൊ പറഞ്ഞ ഇസ്ലാമിനെയും പ്രവാചകനെയും മോശക്കാരായി ചിത്രീകരിക്കുന്നത്. എന്റെ മരപ്പാഴ് സുല്ലമി. പിന്നെ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് അമുസ്ലിങ്ങൾ വന്നിട്ട് നിന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നു, നിന്നെ അങ്ങ് വാഴ്ത്തി പാടുന്നു. അതൊന്നും അമുസ്ലിങ്ങളായിട്ട് കൂട്ടല്ലാട്ടാ, അതൊക്കെ സംഖ്യകള്, ചാണക സംഖ്യകൾ മാത്രമേ നിന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയോ? നീ നിന്റെ സമുദായത്തെ, നീ നിന്റെ മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവര് നിന്റെ വാഴ്ത്തുപാട്ടുകൾ പാടുന്നതും നിന്നെ ഇപ്പൊ പൊക്കിപ്പിടിക്കുന്നതും. മുസംഗി ദേശീയ മുസ്ലിം സുല്ലമി, അക്കാര്യം നീ ഒന്ന് മനസ്സിലാക്ക്. അല്ലാതെ നീ ഭയങ്കര സംഭവമായിട്ടോ നിന്റെ ഭയങ്കര സ്നേഹം ഉണ്ടായിട്ടോ എന്നല്ല സംഖ്യകൾ നിന്നെ പൊക്കിപ്പിടിക്കുന്നത്. ആ കാര്യം നീ ആദ്യം മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. നമുക്ക് ഈ മുസംഗിയുടെ അടുത്ത പൊട്ടത്തരം കേട്ടിട്ട് വരാം. വാ. അപ്പോ ഞാൻ നടത്തുന്ന പ്രഭാഷണങ്ങളുടെ, പ്രസംഗങ്ങളുടെ
അത് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോ അതിന്റെ താഴെ വന്ന് തെറി പറയാൻ നിൽക്കാതെ, അതിന് നിങ്ങൾ എന്റെ സമുദായത്തെ വിമർശിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ അതിന്റെ ദർശനങ്ങളെ അതിന്റെ മതപ്രമാണങ്ങളെ വിമർശിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റെ ബോധം നശിക്കുന്ന കാലത്തോളം ഞാൻ എന്റെ പ്രവാചകനെ ആക്ഷേപിക്കില്ല. അങ്ങനെയുള്ള ഒന്നും എന്റെ അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പൊ അതുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നരാധമന്മാരെ മതവുമായൊരു ബന്ധവുമില്ലാതെ മതത്തിന്റെ പേരിൽ മറ്റു പലതും പറഞ്ഞു നടക്കുന്ന ഇത്തരം കോടാലികളെ, വായപോയ കോടാലികളെ അവരെ നിലക്ക് നിർത്തി, അവരെ വിട്ടുതടങ്കലിലാക്കി, അവർക്ക് പെൻഷൻ കൊടുത്ത്, അവരെ കെട്ടിയിട്ട് ഈ സമുദായത്തെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് മാത്രമാണ് സ്നേഹത്തോടെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതും പറഞ്ഞിട്ട് ഈ ദേശീയ മുസ്ലിം സുല്ലമി, ഈ മുസംഗി സുല്ലമി എങ്ങോട്ടാണ് പോയെന്നറിയോ? മുസ്ലിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്ന വിചാരധാരിയെ സ്നേഹിക്കുന്ന സംഘികളുടെ ചാണകക്കുഴിയിലേക്ക്. എന്റെ സുല്ലമി, നിന്റെ ചാണക സംഘികൾ ദൈവത്തെ പോലെ കൊണ്ടു നടക്കുന്ന പ്രവീൺ തൊഗാഡിയ ഇന്നലെ പറഞ്ഞ വാക്കുകൾ നീ കേട്ടിട്ടുണ്ടോ? അത് ഞാൻ നിനക്ക് ഇവിടെ വായിച്ചു തരാം. ഹിന്ദുക്കൾ ഇസ്രായേൽ പാത പിന്തുടരണം. 1 കോടി ജൂതന്മാർക്ക് 15 കോടി മുസ്ലിങ്ങളെ കൊല്ലാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അവരെക്കാൾ ധൈര്യശാലികൾ. പ്രവീൺ തൊഗാഡിയ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിനക്ക് മനസ്സിലായിന എന്റെ സുല്ലമി മുസംഗി? അങ്ങനെ സംഘികൾ തീരുമാനിച്ചിട്ട് അവരിറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരാദ്യം ഇല്ലാതാക്കാൻ നോക്കുന്നത് നിന്നെയും പിന്നെ നിന്റെ വേറൊരു ദേശീയ മുസ്ലിമായ ഔളക്കുട്ടിയെയും പിന്നെ രാമസിംഹൻ ഔക്കറിലെ ഓനെയും അതുപോലെ നിങ്ങളെപ്പോലുള്ള ഒറ്റുകാരിയായിരിക്കും മുസംഗി സുല്ലമി. അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ. കാരണം നീയൊക്കെ ചാണകക്കുണ്ടിൽ വീണുണ്ട് അവിടെ പെറ്റു കിടക്കുന്നുണ്ട്. നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ നിന്നെയൊക്കെ ഉണ്ടല്ലോ സംഘികൾ വെറും കോമഡി പീസായിട്ട് കാണുന്നുള്ളൂ കേട്ടോ. ആ ഒരു ബോധമൊക്കെ നിനക്കുണ്ടാ. അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ട് എന്താ കാര്യം? നിനക്കൊക്കെ പണം മാത്രം. എത്ര നാണം കെട്ടാലും പണം മാത്രല്ലേ കൊണ്ടു. അതുകൊണ്ട് അവര് നിന്നെ കോമഡി പീസാക്കിയാൽ എന്താണ്, എന്ത് പീസാക്കിയ എന്താണ്, നിനക്കൊന്നും യാതൊരു കുഴപ്പമില്ല. പണം കിട്ടിയാൽ മതി. പണം എത്ര കിട്ടിക്കഴിഞ്ഞാലും എന്ത് ഉളുപ്പില്ലാത്ത പരിപാടിക്ക് നീയൊക്കെ നിൽക്കും. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഷാള് പശിട്ടൊട്ടിക്കുക, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തൊട്ടിട്ട് BJPയുടെ ഷാള് പതിപ്പിച്ച തയ്യിച്ച ഷർട്ട് ഇടാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ BJPക്കാർ നല്ല കാശ് ഇനിയും തരും. ഒന്നും നോക്കണ്ട, ചെയ്തു കൊടുത്തേക്ക്. അവര് പറയുന്ന എന്ത് പണിയും നീ അങ്ങ് ചെയ്തു കൊടുത്തേക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രവീൺ തൊഗാഡിയ പറഞ്ഞ പോലെ ഫസ്റ്റ് നിന്നെ സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ചാണക സംഖ്യകൾ തന്നെയായിരിക്കും. ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് സാധിക്കും നിന്നെയൊക്കെ സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.